പ്രശ്നങ്ങൾ അനവധിയായി പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെഹമ്യാവെന്ന ഭക്തനാകുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബലമാകുന്നുവല്ലോ. ഇത് പറയാൻ തൻ്റെ ഇടമുള്ള ആ വ്യക്തിത്വത്തിന്റെ പേര് തന്നെയാണ് നെഹമ്യാവെന്ന്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഇടിഞ്ഞു കിടന്ന മതിലിനെ പുതുക്കിപ്പണിയുവാൻ വേണ്ടി മുമ്പോട്ട് തൻ്റെ സേഫ് സോണിനകത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് സൻബല്ലത്തും തോബിയാവും ശത്രുഗണത്തിൽ അധികം ശക്തിയോടുകൂടി ബലപ്പെട്ടു വന്നപ്പോഴും ദൈവാശ്രയബോധത്തോടെ ദൈവം എന്നെ ഈ വേലയ്ക്കായി അയച്ചിരിക്കുന്നു എന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടി നിലനിൽക്കുകയും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ 52 ദിവസം കൊണ്ട് ആ മതിലിന്റെ പണിയെ പൂർത്തീകരിക്കുവാൻ ദൈവം നെഹമ്യാവിനെ ബലപ്പെടുത്തിയ ചരിത്രമാണ് ഇവിടെ ശക്തിയോടെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതികൂലത്തിന്റെ നടുവിൽ ആ ദൈവാശ്രയ ബോധത്തോടുകൂടി കർത്തന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കാൻ ഈ ദിവസം ഒന്ന് തയ്യാറെടുക്കാമോ? രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു, നിനക്ക് എന്താ ആവശ്യം? അപ്പോൾ നെഹമ്യാവ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രതിസന്ധികളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, അനുഭവിക്കുന്ന ആ വ്യതകളുടെ നടുവിൽ കർത്തന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കയറ്. ഏത് സ്ഥലത്ത് മറുപടി വെളിപ്പെടണമോ ആ സ്ഥലത്തേക്ക് കർത്തന്റെ ശക്തിയേറിയ കരം നീട്ടപ്പെടുവാനിടയാകും. അത് നിന്റെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലിന് കാരണമായി ഭവിക്കുകയും ചെയ്യും. അതുതന്നെയല്ലേ പുതിയ നിയമത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇറങ്ങേണ്ട സ്ഥലത്ത് തന്നെ ദൂതനിറങ്ങി പത്രോസിനെ 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പുവാതിൽ സ്വതവേ തുറന്നു കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് പുറത്തു കൊണ്ടുവന്നു എങ്കിൽ, ബന്ധനങ്ങൾക്കകത്തിൽ നിന്ന് വിടുവിച്ചു എങ്കിൽ, ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യുവാൻ ആ നല്ല കർത്താവ് ശക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിച്ച് ദൈവാശ്രയബോധമുള്ളവരായി മുമ്പോട്ട് ചുവടുവെക്ക്. നിന്റെ കാര്യങ്ങൾ കർത്താവ് സാധ്യമാക്കി തരും. ആമേൻ.